സിനിമയെ സ്നേഹിച്ച, സിനിമയെ മാത്രം മോഹിച്ച ഒരു കുഗ്രാമത്തിൽ ജനിച്ച് സാഹചര്യങ്ങളെല്ലാം എതിരായിട്ടും അതിരുകളില്ലാത്ത മോഹങ്ങളുമായി അലഞ്ഞു നടന്ന അവൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സിനിമ. അതുമാത്രം. പക്ഷേ ആ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ അവന് മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സിനിമയുമായി ബന്ധമുള്ള ആരെയും പരിചയമില്ലാത്ത അയാൾക്ക് അതൊരു വ്യാമോഹം മാത്രമായിരുന്നു. കുടുംബം പുലർത്തുന്നതിനായി അയാൾ തൻ്റെ ഗ്രാമത്തിൽ നിന്നും മുംബൈയിലെത്തി. ഒരു വടാപ്പാവ് സ്റ്റാൾ തുടങ്ങുന്നു. മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ അയാളുടെ സ്റ്റാൾ അടച്ചുപൂട്ടുന്നു. അയാളുടെ അതിജീവന മാർഗം ഇല്ലാതാക്കുന്നു. ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം അയാളെ നോക്കി കൊഞ്ഞനം കുത്തി. യാദൃശ്ചികമായി അയാൾ ഒരു പരസ്യം കാണുന്നു. ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് പ്യൂണിനെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം. അയാൾ ഒന്നും ആലോചിക്കാതെ അവിടേക്ക് ചെന്നു. എഡിറ്റിംഗ് സ്റ്റുഡിയോയിലെ പ്യൂൺ ജോലിയിൽ നിന്നും അയാൾ പതിയെ ക്യാമറ അസിസ്റ്റൻ്റായി. അയാളുടെ സ്ഥിരോത്സാഹം അയാളെ ഒരു മികച്ച സിനിമ ഓട്ടോഗ്രാഫറാക്കി. ഇംഗ്ലീഷ്, വിംഗ്ലീഷ്, ഡിയർ സിന്ദഗി, ഹിന്ദി മീഡിയം എന്നീ ചിത്രങ്ങളിൽ അയാൾ പ്രവർത്തിച്ചു. അതുവഴി ലഭിച്ച പരിചയങ്ങൾ ഉപയോഗിച്ച് ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിലേക്ക് അയാൾ മാറി. ലുക്ക ചുപ്പി എന്ന തൻ്റെ ആദ്യത്തെ സിനിമാ സൗരഭം തന്നെ അയാൾ ഹിറ്റാക്കി മാറ്റി. തുടർന്ന് മിമി എന്ന സിനിമ ചെയ്തു. പിന്നെ തൻ്റെ മൂന്നാമത്തെ ചിത്രം കൊണ്ട് അയാൾ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ചാവ എന്ന സിനിമ ആ മിടുക്കനായ യുവാവ് സംവിധാനം ചെയ്തതാണ്. ആ സംവിധായകൻ്റെ പേരാണ് ലക്ഷ്മൺ ഉഡേക്കർ. ചാവ എന്നാൽ സിംഹക്കുട്ടി. ലക്ഷ്മൺ ഉഡേക്കർ ശരിക്കും ഒരു സിംഹക്കുട്ടി തന്നെയെന്ന് തെളിയിച്ചിരിക്കുന്നു. ഛത്രപതി ശിവജി മഹാരാജിൻ്റെ കാലഘട്ടത്തിലെ കഥ പറയുന്ന സിനിമയാണ് ചാവ. ജീവിതത്തിൽ തളർന്നു പിന്മാറുന്ന യുവാക്കളോടാണ് ഞാനീ പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു സ്വപ്നവും അകലെയല്ലെന്നും ഒരു പോരാട്ടവും കഠിനമല്ലെന്നും ലക്ഷ്മൺ ഉഡേക്കറിൻ്റെ കഥ അടിവരയിടുന്നു. ലക്ഷ്മൺ ഉഡേക്കറിനെ പോലെ നിശ്ചയദാർഢ്യവും ധൈര്യവും വേണമെന്ന് മാത്രം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക, പടിപടിയായി മുന്നോട്ട് പോയി അത് നേടിയെടുക്കുക. അതിലും വലിയ ലഹരിയൊന്നും ഈ ലോകത്ത് വേറെയില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കൂമ്പി പാടുന്ന തലമുറകളെ നിങ്ങൾ കേൾക്കണം. ജീവിക്കാനായി വടാപ്പാവ് വിറ്റ് നടന്ന പയ്യൻ ഇന്ന് 500 കോടി ക്ലബിൽ കയറിയ സിനിമാ സംവിധായകനായിരിക്കുന്നു. ഒരു ലഹരിയും നമുക്ക് വേണ്ട, ജീവിതം തന്നെ യഥാർത്ഥ ലഹരിയെന്ന് ജി-പീസ് മീഡിയ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ലക്ഷ്മൺ ഉഡേക്കറിന് ഹൃദയത്തിൽ നിന്നും 1000 സല്യൂട്ടുകൾ സമർപ്പിച്ചുകൊള്ളുന്നു.